നമസ്കാരം, ഞാൻ ശശിധരൻ കോഴിമല. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാവരും വീഡിയോ കാണണം. അറിവുണ്ടെങ്കിൽ പാപം ചെയ്യത്തില്ല. അറിവുണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാകത്തില്ല. അറിവുണ്ടെങ്കിൽ പാപം ചെയ്യത്തില്ല. അറിവുണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാകില്ല. എന്തിനെക്കുറിച്ചുള്ള അറിവാണ്? പാഠപുസ്തകങ്ങളിൽ നിന്ന് കിട്ടാത്ത കുറേ അറിവുകളുണ്ട്. ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു ഇല നുള്ളുന്നു, ചുമ്മാതെ. അറിവുള്ള വ്യക്തി ആ ഇല നുള്ളുകയല്ല, ഭക്ഷണത്തിന് വേണ്ടി നുള്ളാം, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നിന് വേണ്ടി നുള്ളാം, ഇല്ലെങ്കിൽ ഒരു ചെടിക്ക് വളമാക്കാൻ വേണ്ടി എടുക്കാം. അല്ലാതെ ചുമ്മാതെ നുള്ളിക്കളയരുത്. കാരണം ഒരു ശരാശരി ഇല 8 ഔൺസ് ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് വിടുന്നുണ്ട്. ഈ ഓക്സിജൻ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ പറ്റില്ല. ഇത് സസ്യങ്ങളുടെ ഇലകളാണ് ഓക്സിജൻ തരുന്നത്. അപ്പോൾ ഇല നുള്ളാൻ പാടില്ല. അതൊരറിവാണ്. ഇങ്ങനെയുള്ള ഒത്തിരി അറിവുകളുണ്ട്. അതാരും ശ്രദ്ധിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. കുറ്റം എന്താണ്? കുറ്റം അല്ലെങ്കിൽ പാപം. മനസാക്ഷി അരുതേന്ന് വിലക്കുന്നതെല്ലാം പാപവും കുറ്റവുമാണ്. നമ്മളുടെ മനസാക്ഷി പറയും അത് ചെയ്യരുത്. അത് ബോധമനസ്സല്ല, ഉപബോധ മനസ്സാണ്. അത് കള്ളം പറയത്തില്ല. ആ ഉപബോധ മനസ്സ് പിന്നെ കള്ളം പറയാത്തിടത്തോളം കാലം നമ്മൾ ചെയ്ത പ്രവൃത്തിയെല്ലാം അത് വിളിച്ചു പറയും. നമ്മുടെ ഉപബോധ മനസ്സിനെ ഉണർത്തിയാൽ മതി. അപ്പോൾ ഉപബോധ മനസ്സ് പലരിലും ഉറങ്ങിക്കിടക്കുകയാണ് എപ്പോഴും. പക്ഷേ ഉറങ്ങിക്കിടക്കുവാണെങ്കിലും അത് പറയും അരുത്, പാപം ചെയ്യരുത്. പക്ഷേ ഇതിനെ അവഗണിച്ചുകൊണ്ട് എത്രയോ പേര് പാപം ചെയ്യുന്നു, കുറ്റം ചെയ്യുന്നു. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടിയാണ്? ചിലർ പണം ഉണ്ടാക്കാനാണ്, ചിലർ അമിതലാഭത്തിനാണ്, ചിലർ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയാണ്. ഇതെല്ലാം കുറ്റമാണ്. മനസാക്ഷി പറയും അത് ചെയ്യരുത്. പക്ഷേ അതിനെ പലരും അവഗണിക്കുകയാണ്. ഇങ്ങനെയുള്ള കുറേ അറിവുകളുണ്ട്. അത് പാഠപുസ്തകങ്ങളിൽ നിന്ന് കിട്ടുമെങ്കിലും അത് കൂടുതൽ പേർക്ക് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അറിവുകളാണ് എൻ്റെ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. ധാരാളം വീഡിയോ ഞാൻ ഇറക്കിയിട്ടുണ്ട്. ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും കേൾക്കുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല. ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിലും സാരമില്ല. നിങ്ങളൊന്ന് കേട്ടേ, എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ടിനോടൊന്ന് പറഞ്ഞ് അതൊന്ന് കേൾക്കാൻ. അപ്പം അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ചെയ്യും. ഒരു കുഞ്ഞ് എപ്പോഴാണ് ജനിക്കേണ്ടത്, എങ്ങനെയാണ് ജനിക്കേണ്ടത്, അതിനെപ്പറ്റി വിശദമായിട്ട് വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഒരു കുട്ടിയെ എങ്ങനെ വളർത്തണം അതിനെപ്പറ്റിയും വീഡിയോ എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങി ജീവിച്ചാൽ കുട്ടികൾക്കുണ്ടാകുന്ന ദോഷം, ഒരു കുഞ്ഞിനെ പ്രസവിച്ച് നടുക്കടലിലേക്ക് വലിച്ചെറിയുന്നതിന് തുല്യമാണ് അപ്പനോ അമ്മയോ പിണങ്ങിപ്പോയാൽ. നിങ്ങളെന്നെങ്കിലും പിണങ്ങിപ്പോയതിന് ശേഷം ആ കുട്ടിയോടൊന്ന് ചോദിച്ചിട്ടുണ്ടോ, മോളെ നിനക്ക് ദുഃഖമുണ്ടോ, മോനെ നിനക്ക് ദുഃഖമുണ്ടോ? നിങ്ങൾ വേറൊരു കല്യാണം കഴിച്ചാൽ പോയെങ്കിൽ നിങ്ങളെ ഒട്ടും അവർക്ക് ഇഷ്ടമല്ല. കാരണം എന്താ? നിങ്ങളുടെ ഇരട്ടിയല്ല, നിങ്ങളുടെ 100 ഇരട്ടി കഴിവുണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക്. അവർക്ക് ന്യായാന്യായങ്ങൾ വേർതിരിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അവർ നിങ്ങളെ വെറുക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സൗന്ദര്യപ്പിണക്കങ്ങൾ പറഞ്ഞു തീർത്തിട്ട് ഭാര്യയാണ് പിണങ്ങിപ്പോയെങ്കിൽ അവൾ തിരിച്ചു വരണം, ഭർത്താവാണ് പിണങ്ങിപ്പോയെങ്കിൽ അവൻ തിരിച്ചു വരണം. വേറെ വിവാഹം കഴിച്ച ആരുടെയും ജീവിതം സന്തോഷപ്രദമായിട്ടില്ല. ദുഃഖവും കല്ലുകടിയും കരച്ചിലും പല്ലുകടിയും ഒക്കെയാണ്. പിണങ്ങിപ്പോകരുത്. പിണങ്ങിപ്പോയാൽ ഒരു കുട്ടിയേക്ക് ജന്മം കൊടുത്തതിന് ശേഷം അതിനെ നടുക്കടലിലോ അല്ലെങ്കിൽ തിളച്ച എണ്ണയിലോ എരുതിയിലോ വലിച്ചെറിയുന്നതിന് തുല്യമാണ്. പിന്നെ എന്തിനു നിങ്ങൾ ജന്മം കൊടുത്തു? നിങ്ങളുടെ
ഭൗതിക സുഖമല്ല. നിങ്ങൾക്കൊരു കുട്ടിയുണ്ടായാൽ ആ കുട്ടിയുടെ സുഖസൗകര്യങ്ങളാണ് നിങ്ങൾ തിരക്കേണ്ടത്. അല്ലാതെ നിങ്ങളുടെ സുഖസൗകര്യങ്ങൾക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ല. പരസ്പരം ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് വേണം. ആർക്ക് വേണ്ടി? ആ കുട്ടികൾക്ക് വേണ്ടി. പല സ്ത്രീകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട്, ഇല്ലെങ്കിൽ പിന്നെ ഇയാളുടെ എവിടെയോ തീ കോരി ഇട്ടിട്ട് പോക്കറ്റും വലിച്ച് കീറിയിട്ട് പോകുമെന്ന്. പക്ഷേ 2 കുഞ്ഞുങ്ങളുണ്ടായിപ്പോയില്ലേ, അവരെ വളർത്താൻ വേണ്ടി ഞാനെല്ലാം സഹിക്കുകയാണ്. നിങ്ങൾക്ക് ആ സഹനശക്തി ഉണ്ടോ? നിങ്ങൾ സഹിക്കണം. എന്തിനു വേണ്ടി? നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി. അതുപോലെ ആ കുട്ടികളെ എപ്പോഴും പഠിക്കെന്നും പറഞ്ഞിട്ട് അലട്ടരുത്. അവർ നിങ്ങളുടെ കുട്ടിയെ, അണ്ണാങ്കുഞ്ഞിനെ നീന്ത് പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അണ്ണാങ്കുഞ്ഞിനെ മരം കയറാൻ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? മുതലക്കുഞ്ഞിനെ നീന്ത് പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? കുയിലിന് സംഗീതം പഠിക്കേണ്ട കാര്യമുണ്ടോ? കുരുവിയെ ഏതെങ്കിലും എൻജിനീയറിങ്ങിന് വിട്ട് കൂട് ചമയ്ക്കാൻ പഠിപ്പിക്കണോ? ഇതെല്ലാം സ്വയമേ അവർ ചെയ്യും. നിങ്ങളുടെ കുട്ടിയാണോ? ആ കുട്ടിക്ക് നല്ല കഴിവുണ്ട്, അവർ സ്വയമേ എല്ലാം ചെയ്തോളും. അയ്യോ എൻ്റെ മക്കൾ ദുർബലരാ, അവർക്ക് വലിയ കഴിവൊന്നുമില്ല, എന്നാൽ അവർക്ക് അവരുടെ ഒരു 100 കോടി തലമുറയ്ക്കും നല്ലപോലെ തിന്നാനുള്ളത് ഉണ്ടാക്കി കൊടുത്തേക്കാം. ചിലരുടെ ആഗ്രഹം. മക്കളെ ഇവർക്ക് ഇവരുടെ അത്രയും വക്രതയില്ല. അയ്യോ വാരി വാരി കൂട്ടുക ചിലർ. ആർക്ക് വേണ്ടിയാ? 44,110 ദിവസത്തിൽ കൂടുതൽ 120 വയസ്സ് വരെ ഒന്നും മനുഷ്യൻ ജീവിക്കുകയില്ല. അഥവാ ജീവിച്ചാൽ അതാണ് 44,110. ഗർഭകാലത്തിൽ കിടന്ന് 280 ദിവസവും ഈ 120 വർഷത്തിൽ ഈ അതിവർഷവും കൂടെ കൂട്ടിയാൽ 44,110 ദിവസം. അത് കഴിയുമ്പം ഭഗവാൻ ചോദിക്കുന്നുണ്ട്, നീ ഈ വാരി കൂട്ടിയതെല്ലാം ആരെടുക്കും? നീ അറിയുന്നുണ്ടോ? എന്തിനാ? എടാ വിഡ്ഢികളെ, എങ്ങനെയാ അവരെ വിളിക്കാൻ പറ്റുള്ളൂ? വിഡ്ഢികൾ. അയ്യോ ഇവരുടെയൊക്കെ സംസാരവും പ്രസംഗവും ഒക്കെ ഒന്ന് കേൾക്കണം. മറ്റുള്ളവരുടെ ധനം അന്യായമായിട്ട് അപഹരിച്ചെടുത്തിട്ട് ഇവർ ഭയങ്കര പ്രസംഗിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ്? ഇവർ പിന്നെയും കാശുണ്ടാക്കാൻ വേണ്ടിയായി പ്രസംഗിക്കുന്നത്. മൈക്കിൻ്റെ മുമ്പിലോട്ട് ചെന്ന് നിന്നാൽ ചിലർ ഭൂമിയുണ്ടായ ചരിത്രം മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം പറയും. ഇതൊക്കെ ഇവരുടെ കഴിവാണെന്ന്. എടാ നിന്നെയൊന്നും കഴിവുള്ളവരായിട്ട് ആണുങ്ങൾ അംഗീകരിച്ചിട്ടില്ല. നിന്നെയൊക്കെ വിഡ്ഢികളെന്നും അറിവില്ലാത്തവരെന്നും അജ്ഞാനികളെന്നും വിളിക്കുന്നത്. ഈ പ്രപഞ്ചം എല്ലാവർക്കും തുല്യമായിട്ട് അവകാശപ്പെട്ടതാണ്. തനിക്ക് മാത്രമായിട്ടൊന്നും കൂടുതലായിട്ടൊന്നുമില്ല. എല്ലാവരും കഴിവുള്ളവരാണ്. മന്ദബുദ്ധികൾ പോലുണ്ട്. ഡെയിലി 1000 രൂപയ്ക്ക് പണിയുന്ന മന്ദബുദ്ധി കുട്ടികളെ എനിക്കറിയാം. അവർ മന്ദബുദ്ധികളാണോ? അപ്പോൾ ഡെയിലി 1000 രൂപയ്ക്ക് പണിയുന്ന മന്ദബുദ്ധികളെ എനിക്കറിയാം. അപ്പോൾ കഴിവെല്ലാവർക്കും ഉണ്ട്, കഴിവില്ലാത്തവരാരുമില്ല. എല്ലാവരും കഴിവുള്ളവരാണ്. അടിച്ചു മാറ്റാൻ കഴിവില്ല, വക്രത കാണിക്കാൻ കഴിവില്ല, അതിബുദ്ധിയില്ല. രാവിലെ മുതൽ വൈകുന്ന വരെ കഠിനാധ്വാനം ചെയ്ത ഈ രാജ്യത്തെ ഈ ലോകത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങളും ജീവിക്കുന്നത് അതിരാവിലെ ഉണരുകയും അവരുടെ ഈശ്വരനെ പ്രാർത്ഥിക്കുകയും അതിനുശേഷം കഠിനാധ്വാനം ചെയ്യുകയും വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ വരികയും കുളിച്ച് ശരിയായിട്ട് കടയിൽ പോയി ഭക്ഷണ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന് ഭക്ഷണം വെക്കുകയും കുട്ടികളൊത്തിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ധാരാളം കോടാനുകോടി ജനങ്ങളുണ്ട് ഈ ഭൂമിയിൽ. അവരെ ചൂഷണം ചെയ്തും പറ്റിച്ചും ചതിച്ചും കബളിപ്പിച്ചും വാരി വാരി അങ്ങ് കൂട്ടുക. ആർക്ക് വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? അജ്ഞാനി, ഞരമ്പ് രോഗി, രാക്ഷസ, ഇതൊന്നും ആണുങ്ങൾക്ക് ചേർന്നതല്ല. നല്ല രീതിയിൽ ജീവിക്കുന്നവരാ ഭൂമിയിലെ നല്ലൊരു ശതമാനം ജനങ്ങളും. നന്ദി, നമസ്കാരം. ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ പറയാം.